ഓക്കെ, ഹായ് ഓൾ. നമുക്ക് ഇനി റിയൽ അനാലിസിസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സീക്വൻസ് എന്നുള്ള സെക്ഷനിലെ മോണോട്ടോൺ സീക്വൻസ് എന്നുള്ള ഭാഗമാണ്. ഓക്കെ, നിങ്ങൾ ഇതിന് മുന്നേ മോണോട്ടോൺ ഫങ്ഷൻസിനെ കുറിച്ചിട്ട് കാൽക്കുലസിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ഒരു ഫങ്ഷൻ ഇൻക്രീസിങ് ആണെന്നപ്പോഴാണ് പറയാം, ഒരു ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫങ്ഷൻ ഇൻക്രീസിങ് ആണെന്നപ്പോഴാണ് പറയാം. വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതെന്ത് പറയാം, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പറയാം. അതേപോലെ വേരിയബിൾ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, വേരിയബിളിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെന്ന് പറയാം. റിയൽ നമ്പേഴ്സിന് റിയൽ നമ്പേഴ്സിലേക്ക് തന്നെ, റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷനെ കുറിച്ചിട്ട് പറയും. ഇതേപോലെ തന്നെ നമ്മൾക്ക് സീക്വൻസും ഇൻക്രീസിങ് ഡിക്രീസിങ് എന്നുള്ള എപ്പോഴാണ് പറയാമെന്നുള്ളത് നോക്കാം. ഡെഫിനിഷൻ: സപ്പോസ് നമ്മളുടെ സീക്വൻസ് x=x എന്നുള്ള സീക്വൻസ് ഇൻക്രീസിങ് ആണെന്ന് പറയും. എപ്പോൾ നമ്മൾ സീക്വൻസിനെ എഴുതുമ്പോൾ സീക്വൻസിലെ ടേംസ് ഇൻക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ, അതായത് ഫസ്റ്റ് ടേമിനേക്കാളും വലുതാണ് സെക്കൻഡ് ടേം, സെക്കൻഡ് ടേമിനേക്കാളും ഈക്വലാണ് തേർഡ് ടേം, അതേപോലെ തേർഡ് ടേമിനേക്കാളും വലുതാണ് ഫോർത്ത് ടേം, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, അതായത് ജനറലി xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn+1 ആണെങ്കിൽ ഫോർ ഓൾ n ബിലോങ്സ് ടു n, സീക്വൻസിലെ ഏതൊരു ടേം എടുത്താലും, ഏത് ടേംസ് എടുത്താലും nth ടേമിനേക്കാളും വലുതാണ് n+1th ടേമെങ്കിൽ നമുക്ക് ആ സീക്വൻസ് എന്താണെന്ന് പറയാം, ഇൻക്രീസിങ് ആണെന്ന് പറയാം. അതേപോലെ ഡിക്രീസിങ് ആണെപ്പോഴാണ് പറയാമെന്ന് വെച്ചാൽ സീക്വൻസ് ഡിക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ, അതായത് നമുക്കൊരു ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ ഫസ്റ്റ് ടേമിനേക്കാളും ചെറുതാണ് സെക്കൻഡ് ടേം, സെക്കൻഡ് ടേമിനേക്കാളും ചെറുതാണ് തേർഡ് ടേം, തേർഡ് ടേമിനേക്കാളും ചെറുതാണ് ഫോർത്ത് ടേം. അപ്പോൾ സീക്വൻസ് ഡിക്രീസിങ് ആണെങ്കിൽ അതേപോലെ പോകണം. അതായത് ജനറലി സ്പീക്കിംഗ് xn എന്നുള്ള ടേം nth ടേമിനേക്കാളും xnനേക്കാളും ചെറുതാകണം xn കഴിഞ്ഞിട്ട് വരുന്ന ടേം xn+1th ടേം. ഓക്കെ, n+1th ടേം xn+1. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരുന്ന സീക്വൻസിന് നമുക്ക് എന്ത് പറയാം, ഡിക്രീസിങ് സീക്വൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ സീക്വൻസ് ഡിക്രീസിങ് ആണെന്ന് പറയാം. ഒരു സീക്വൻസ് ഇൻക്രീസിങ്ങോ അല്ലെങ്കിൽ ഡിക്രീസിങ്ങോ ആണെങ്കിൽ അങ്ങനെ വരുന്ന സീക്വൻസിനെയാണ് നമ്മൾ മോണോട്ടോൺ സീക്വൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു മോണോട്ടോൺ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഇൻക്രീസിങ് ആകണം അല്ലെങ്കിൽ ഡിക്രീസിങ് ആകണം. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ നോക്കുക. ലെറ്റ് x=xn be a sequence of real numbers. We say that the sequence x is increasing if it satisfies the inequalities x1 less than or equal to x2 less than or equal to etc, xn less than or equal to xn+1 less than or equal to etc. അതായത് xn is less than or equal to xn+1 for all n belongs to set of natural numbers. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് ഇൻക്രീസിങ് ആണെന്ന് പറയാം. We say that x is decreasing if it satisfies the inequalities x1 greater than or equal to x2 greater than or equal to xn greater than or etc, xn greater than or equal to xn+1 greater than or equal to etc. അതായത് ഇൻ ജനറൽ xn ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു xn+1 ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, സീക്വൻസിലെ എല്ലാ ടേംസ് എടുക്കുകയാണെങ്കിലും ഒരു nth ടേം എടുക്കുകയാണെങ്കിൽ, ഏതൊരു nth ടേം എടുക്കുകയാണെങ്കിലും nth ടേമിനേക്കാളും ചെറുതാകണം n+1th ടേം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരുന്ന സീക്വൻസിനെയാണ് ഡിക്രീസിങ് എന്ന് പറയുക. വി സേ ദാറ്റ് സീക്വൻസ് x ഈസ് മോണോട്ടോൺ ഇഫ് ഇറ്റ് ഈസ് എയ്തർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഡിക്രീസിങ്ങോ ഇൻക്രീസിങ്ങോ ആയിട്ടുള്ള സീക്വൻസിനെ നമ്മൾ എന്താ പറയുക, മോണോട്ടോൺ സീക്വൻസ് എന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു സീക്വൻസ് 1 2 3 4 എക്സെട്ര എന്നുള്ള ഇതൊരു സീക്വൻസ്, ഈ ഒരു സീക്വൻസ് എന്തായിരിക്കും, ഇൻക്രീസിങ് ആയിരിക്കും. കാരണം 1നേക്കാളും വലുതാണ് 2, 2നേക്കാളും വലുതാണ് 3, അങ്ങനെ. അതായത് ഈ ഒരു സീക്വൻസ് നമുക്ക് എങ്ങനെ എഴുതാം, സീക്വൻസ് n എന്ന് എഴുതാം. nth ടേം എന്തായിരിക്കും, n ആയിരിക്കും. n+1th ടേം n+1 ആയിരിക്കും. അപ്പോൾ n+1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും. അതായത് എല്ലാ ടേമും ഏതൊരു ടേം എടുത്താലും തൊട്ടടുത്ത ടേം ആ ടേമിനേക്കാളും എന്താണ്, വലുതാണ്. അതേപോലെയുള്ള ഒരു സീക്വൻസ് തന്നെയാണ്, ഇൻക്രീസിങ് സീക്വൻസ് തന്നെയാണ് 1 2 2 3 3 3 എക്സെട്ര എന്നുള്ള ഈ സീക്വൻസ്. നോക്കുക, ഫസ്റ്റ് ടേം സെക്കൻഡ് ടേമിനേക്കാളും വലുതോ ചെറുതോ ഈക്വലാണ്
അതായത് സെക്കൻഡ് ടേം കൂടുതലാണ്, തേർഡ് ടേം സെക്കൻഡ് ടേമിന് ഈക്വൽ ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയാൽ മതി. ഓക്കെ, അപ്പോൾ ഈക്വാലിറ്റി വരും. അപ്പോൾ ഇവിടെ ഓക്കെയാണ്. തേർഡ് ടേമും ഫോർത്ത് ടേമും എടുക്കുകയാണെങ്കിൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഫോർത്ത് ടേം തേർഡ് ടേമിനേക്കാളും വലുതാണ്. അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടേം ഈ ഒരു സീക്വൻസ് എന്താണ്? ഇൻക്രീസിങ് ആണ്. ഇനി എ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എ എന്തിനേക്കാളും ചെറുതായിരിക്കും, എ സ്ക്വയറിനേക്കാളും ചെറുതായിരിക്കും, എ സ്ക്വയർ എ ക്യൂബിനേക്കാളും ചെറുതായിരിക്കും, എക്സെട്ര. എ റൈസ് ടു എൻ എന്തിനേക്കാളും ചെറുതായിരിക്കും, എ ടു ദി പവർ n+1 ചെറുതായിരിക്കും. അതായത് ടേംസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ടേം എടുത്താൽ തൊട്ടടുത്ത ടേം ആ ടേമിനേക്കാളും വലുതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഈ സീക്വൻസ് എന്താണ്? ഇൻക്രീസിങ് ആണ്. ഇനി താഴെ പറയുന്ന സീക്വൻസുകളെല്ലാം നിങ്ങൾ വെരിഫൈ ചെയ്യുക, അത് ഡിക്രീസിങ് ആയിരിക്കും. ഈ ഒരു സീക്വൻസ് ഡിക്രീസിങ് ആണ്. 1, 1/2, 1/3, 1/n എക്സെട്ര 1/n. സീക്വൻസ് 1/n എന്താണ്? ഡിക്രീസിങ് ആണ്. ഈ ഒരു സീക്വൻസ് 1, 1/2, 1/2 സ്ക്വയർ എക്സെട്ര 1/2 റൈസ് ടു n - 1, 1/2 റൈസ് ടു n എക്സെട്ര എന്നുള്ള സീക്വൻസ്, അതായത് സീക്വൻസ് 1/2 റൈസ് ടു n എന്നുള്ള സീക്വൻസ് ഡിക്രീസിങ് ആയിരിക്കും. കാരണം ഒരു ടേം എടുത്താൽ തൊട്ടടുത്ത ടേം ആ ടേമിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, ഇനി 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണെങ്കിൽ ബി എങ്കിൽ ഈ സീക്വൻസ് എന്തായിരിക്കും? 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ ഉള്ള നമ്പേഴ്സ് പവർ ചെയ്യുമ്പോൾ ചെറുതായാണ് വരിക, പവർ എടുക്കും. അതായത് ബിനേക്കാളും ചെറുതായിരിക്കും ബി സ്ക്വയറിനേക്കാളും ചെറുതായിരിക്കും ബി ക്യൂബ് എക്സെട്ര. ജനറലി സ്പീക്കിംഗ് nth ടേം ബി റൈസ് ടു n-നേക്കാളും ചെറുതായിരിക്കും ബി റൈസ് ടു n+1, കാരണം ബി 0-ൻ്റെയും 1-ൻ്റെയും ഇൻ ബിറ്റ്വീനാണ്. ഓക്കെ, ഇനി നമുക്കൊരു സീക്വൻസ് എടുത്താൽ എപ്പോഴും അത് ഇൻക്രീസിങ്ങോ അല്ലെങ്കിൽ ഡിക്രീസിങ്ങോ ആകണമെന്നില്ല. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് 1 - 1 1 - 1 എന്നുള്ള സീക്വൻസ്. അതായത് -1 ടു ദി ഫസ്റ്റ് 1 വെച്ചിട്ട് സ്റ്റാർട്ട് ആണെങ്കിൽ -1 ടു ദി പവർ n+1 എന്നുള്ള സീക്വൻസ്. ഓക്കെ, ആ സീക്വൻസ് അൾട്ടർനേറ്റ് ആയിട്ട് 1ഉം -1, അത് ഇൻക്രീസിങ്ങും ആവില്ല ഡിക്രീസിങ് ആവില്ല. ഓക്കെ, അതായത് ഒരു സീക്വൻസ് എടുത്താൽ എപ്പോഴും അത് മോണോട്ടോൺ ആകണമെന്ന് ഇല്ല. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോണോട്ടോൺ സീക്വൻസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെയൊക്കെ ഒബ്സർവ് ചെയ്യുക. ഈ ഒരു സീക്വൻസ് എടുത്ത് നോക്ക്, 1/n എന്നുള്ള സീക്വൻസ് 1/n എന്നുള്ള എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആ സീക്വൻസ് എന്താണ്? ഡിക്രീസിങ് സീക്വൻസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡിക്രീസിങ് സീക്വൻസ് ആണ്. ആ സീക്വൻസ് ഡിക്രീസിങ്ങുമാണ്, മോറോവർ അത് ബൗണ്ടഡുമാണ്. തിയറം പറയുന്നത് ഒരു സീക്വൻസ് മോണോട്ടോൺ സീക്വൻസ് കൺവേർജ് ചെയ്യാനുള്ള നെസസറി സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. ഓക്കെ, നെസസറി സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് അത് ബൗണ്ടഡ് ആകുക എന്നുള്ളത്. ഒരു മോണോട്ടോൺ സീക്വൻസ് കൺവേർജ് ചെയ്യാനുള്ള നെസസറി സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് അത് ബൗണ്ടഡ് ആകുക എന്നുള്ളത്. ഓക്കെ, അതായത് എ മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. നെസസറി ആണ്, സഫിഷ്യൻറ്റും ആണ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ്. ഓക്കെ, ഇതിലൊരു സൈഡ് ട്രിവിയലാണ്. അത് ഏത് സൈഡ്? ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ, മോണോട്ടോൺ ആകണമെന്നില്ല, ഒരു സീക്വൻസ് കൺവേർജിങ് സീക്വൻസ് ആണെങ്കിൽ അതെങ്ങനെയായാലും ബൗണ്ടഡ് ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്, കൺവേർജിങ് സീക്വൻസ് എല്ലാം ബൗണ്ടഡ് ആണെന്ന്. ഓക്കെ, പക്ഷേ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് കരുതിയിട്ട് അത് കൺവേർജ് ചെയ്യണം എന്നില്ല. ഫോർ എക്സാമ്പിൾ അവിടെ ഞാൻ കൊടുത്ത എക്സാമ്പിൾ -1 ടു ദി പവർ 1 എന്നുള്ള n എന്നുള്ള സീക്വൻസ്, അതായത് അൾട്ടർനേറ്റ് ആയിട്ട് 1ഉം -1ഉം വരുന്ന സീക്വൻസ്, അത് എന്ത് ചെയ്യില്ല? കൺവേർജ് ചെയ്യില്ല. പക്ഷേ അത് ബൗണ്ടഡ് ആയിരിക്കും. ആ സീക്വൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും എപ്പോഴും. ആ സീക്വൻസിലെ ടേംസ് -1 ടു ദി പവർ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും എല്ലാ ടേംസും. സോ അത് ബൗണ്ടഡ് ആയിരിക്കും, പക്ഷേ കൺവേർജ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഒരു ബൗണ്ടഡ് സീക്വൻസ് ഉണ്ട്, അത് മോണോട്ടോണും കൂടി ആണെങ്കിൽ അതെന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഓക്കെ, ഒരു ബൗണ്ടഡ് സീക്വൻസ് കൺവേർജ് ചെയ്യാനുള്ള കണ്ടീഷനാണ് അത് എന്താവുക എന്നുള്ളത്, മോണോട്ടോൺ ആകുക എന്നുള്ളത്. ഓക്കെ, എല്ലാ ബൗണ്ടഡ് സീക്വൻസ് എന്താകണമെന്നില്ല, കൺവേർജൻ്റ് ആകണമെന്നില്ല. ഒരു ബൗണ്ടഡ് സീക്വൻസ് മോണോട്ടോണും ആണെങ്കിൽ അതെന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഇനി ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ, മോണോട്ടോൺ ആകണമെന്നില്ല, കൺവേർജൻ്റ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മോണോട്ടോൺ കൺവേർജൻസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമുക്ക് എക്സാമിന് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് മാർക്ക് ചെയ്ത് വെക്കുക. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. എ മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ numbers is convergent if and only if it is bounded. Further,
ഇനി ബൗണ്ടഡ് ആണ്, മോണോട്ടോൺ ആണ്, ബൗണ്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന സീക്വൻസ് ആണെങ്കിൽ അത് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ മോണോട്ടോൺ സീക്വൻസ് ആണ്, ബൗണ്ടഡ് ആണ്, ഇൻക്രീസിങ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻക്രീസിങ് ആണ്, ബൗണ്ടഡും ആണ്. അപ്പോൾ ആ സീക്വൻസിന് ഞാൻ സെറ്റായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സെറ്റ് എന്തായിരിക്കും? ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ, എല്ലാ ബൗണ്ടഡ് ആയിട്ടുള്ള അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ ബൗണ്ടഡ് ആയിട്ടുള്ള ഏതൊരു റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് എടുത്താലും അതിന് സുപ്രീമും ഇൻഫിമും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഈ ബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസ് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യുക ആ സീക്വൻസിൻ്റെ സുപ്രീമത്തിലേക്ക്. ഓക്കെ, അതേപോലെ ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണ്, ഡിക്രീസിങ് ആണ്, അതായത് മോണോട്ടോൺ സീക്വൻസ് ആണ്, ബൗണ്ടഡ് ആണ്, ഡിക്രീസിങ് സീക്വൻസ് ആണ്. മോണോട്ടോണിൽ ഡിക്രീസിങ് സീക്വൻസ് ആണ് സീക്വൻസ് y ആണെങ്കിൽ അത് കൺവേർട്ട് ചെയ്യും. ഞാൻ ഓൾറെഡി പറഞ്ഞു, കൺവേർട്ട് ചെയ്യുന്നത് ആ സെറ്റിൻ്റെ ഇൻഫിമത്തിലേക്കും, ആ സീക്വൻസിൻ്റെ ഇൻഫിമത്തിലേക്കും അത് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് മോണോട്ടോൺ സീക്വൻസ് എന്നുള്ള സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, മോണോട്ടോൺ കൺവേർജൻസ് തിയറം. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഞാൻ പറയാം. സോ പ്രൂഫ്, നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ഒരു മോണോട്ടോൺ സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആണെന്നാണ്. അത് ട്രിവിയലാണ്. സോ സപ്പോസ് വി ഹാവ് എ സീക്വൻസ്, sequence xn which is monotone and bounded. So നമുക്കറിയാം, ബൗണ്ടഡ് അല്ല, കൺവേർജൻറ്റ്. സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് അതെന്തായിരിക്കും? ബൗണ്ടഡ് ആയിരിക്കും. നിങ്ങൾക്ക് റെഫർ ചെയ്യാം ടെക്സ്റ്റ് ബുക്കിൽ തിയറം 3.2.2 ബൈ തിയറം 3.2.2 സീക്വൻസ് എക്സൻ എന്തായിരിക്കും? ബൗണ്ടഡ് ഈസ് ബൗണ്ടഡ്. കൺവേർജൻറ്റ് സീക്വൻസുകളെല്ലാം ബൗണ്ടഡ് ആയിരിക്കും. കോൺവേഴ്സ് ട്രൂ അല്ല, ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജൻ്റ് ആകണമെന്നില്ല. ബൗണ്ടഡ് സീക്വൻസ് കൺവേർജൻ്റ് ആകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അത് മോണോട്ടോൺ ആണ്. ബൗണ്ടഡ് സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അത് മോണോട്ടോൺ ആയിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പാർട്ടാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. സോ കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് sequence xn is monotone and bounded. നമ്മൾ രണ്ട് കേസായിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. മോണോട്ടോൺ ആകുമ്പം സീക്വൻസ് എന്താകാം? ഇൻക്രീസിങ് ആകാം, ഡിക്രീസിങ് ആകാം. സോ ഫസ്റ്റ് കേസ് ഞാൻ ആദ്യം ഇൻക്രീസിങ്ങിൻ്റെ കേസിൽ കൺവേർജൻ്റാന്ന് പ്രൂവ് ചെയ്യും. ആ ഒരു കേസ് ഉപയോഗിച്ചിട്ട് ഡിക്രീസിങ്ങിൻ്റെ കേസിലും കൺവേർജൻ്റാന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, സോ xn is monotone and bounded. First case 1, sequence xn is increasing. Sequence xn increasing ആണ്. ഓക്കെ, സീക്വൻസ് xn ഇൻക്രീസിങ് സീക്വൻസ് ആണ്. സോ ഞാനൊരു സെറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ലെറ്റ് സീക്വൻസ് xn ഈസ് മോണോട്ടോൺ ആൻഡ് ബൗണ്ടഡ് ആണ്. സോ ഇവിടെ ഒരു കാര്യം കൂടെ ഒബ്സർവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ xn സീക്വൻസിന് എന്തുണ്ടാവും? ഒരു ബൗണ്ട് ഉണ്ടാവും. ലെറ്റ് xn ബൗണ്ടഡ് ആണ്. സോ xn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m, സം m, പോസിറ്റീവ് നമ്പർ m, സം m for all natural numbers and for all natural numbers and comma for some m റിയൽ നമ്പർ m. അതായത് സീക്വൻസ് xn ബൗണ്ടഡ് ആയതുകൊണ്ട് xnനെ ബൗണ്ട് ചെയ്യുന്ന ഒരു റിയൽ നമ്പർ m എക്സിസ്റ്റ് ചെയ്യും.
സോ എക്സ് എൻ ഇൻക്രീസിങ് സീക്വൻസ് ആണ് നമ്മളെ കേസ് 1. സോ ഞാൻ എക്സ് എന്നുള്ള സീക്വൻസിനെ സെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എൻ, സീക്വൻസിലുള്ള ടേംസ് മാത്രമുള്ള സെറ്റ് എക്സ് എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ. സീക്വൻസ് എക്സ് എൻ എന്താണ്? ബൗണ്ടഡ് ആണ്. അപ്പോൾ സെറ്റ് എക്സ് എന്തായിരിക്കും? ബൗണ്ടഡ് ആയിരിക്കും. സോ സെറ്റ് എക്സ് ഈസ് എ ബൗണ്ടഡ് സെറ്റ്. സോ റിയൽ നമ്പേഴ്സിൻ്റെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി, ഏതൊരു ബൗണ്ടഡ് സെറ്റ് എടുത്താലും അതിനെന്ത് എക്സിസ്റ്റ് ചെയ്യും? സുപ്രീമും ഇൻഫിമും എക്സിസ്റ്റ് ചെയ്യും. സോ എക്സ് എന്നുള്ള സീക്വൻസിന് എക്സ് എന്നുള്ള സെറ്റിന് എന്തുണ്ടാകും? സുപ്രീമും ഇൻഫിമും എക്സിസ്റ്റ് ചെയ്യും. ബൗണ്ടഡ് സെറ്റ് ആയതുകൊണ്ട് സുപ്രീമും എക്സിസ്റ്റ് ചെയ്യും, ഇൻഫിമും എക്സിസ്റ്റ് ചെയ്യും. റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്കറിയുന്ന കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സുപ്രീമം പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, സോ അല്ലെങ്കിൽ ഇൻഫിമം പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ്. ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യും, ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ ഇൻഫിമം എക്സിസ്റ്റ് ചെയ്യും. ബൗണ്ടഡ് ആണെങ്കിൽ ബൗണ്ടഡ് എബോവും ബൗണ്ടഡ് ബിലോയും ആയിരിക്കും, അതുകൊണ്ട് സുപ്രീമും ഇൻഫിമും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ എക്സ് ഈസ് എ ബൗണ്ടഡ് സെറ്റ്. സോ എക്സിന് എന്തുണ്ടാകും? ഒരു സുപ്രീം എക്സിസ്റ്റ് ചെയ്യും. സുപ്രീമം of x, set x exists by completeness property of real numbers. സോ സുപ്രീമായിട്ട് ഞാൻ എന്തെന്ന് എടുക്കുന്നുണ്ട്? എക്സ് സ്റ്റാർ എന്നുള്ള പോയിൻ്റായിട്ട് കൊടുക്കുന്നുണ്ട്. എക്സ് സ്റ്റാർ ലെറ്റ് നോക്കുക. ലെറ്റ് എക്സ് സ്റ്റാർ ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എക്സ്. ലെറ്റ് എക്സ് സ്റ്റാർ ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എക്സ്. എക്സ് എന്നുള്ള സീക്വൻസ് സെറ്റിൻ്റെ സുപ്രീമം, അതായത് സീക്വൻസ് എക്സ് എന്നിൻ്റെ സുപ്രീമാണ് എക്സ്. നമ്മളിനി ക്ലെയിം ചെയ്യുക എക്സ് എന്നുള്ള മോണോട്ടോൺ ബൗണ്ടഡ് സീക്വൻസ് അതിൻ്റെ സുപ്രീമത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ ഇനി പ്രൂവ് ചെയ്യുക. സോ അത് നമുക്ക് അടുത്ത പേജിൽ ചെയ്യാം. ഓക്കെ, ഇതിൽ സ്ഥലമുണ്ട്. സോ ക്ലെയിം കേസ് 1 ക്ലെയിം ലിമിറ്റ് എക്സ് എൻ എന്നുള്ള ലിമിറ്റ് എന്താണ്? എക്സ് സ്റ്റാർ ആണ്, അതായത് സുപ്രീമം ഓഫ് എക്സ് എന്നുകളാണ്. സോ ക്ലെയിം പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടത്? ഒരു എപ്സിലോൺ പോസ്റ്റിനെ ഫിക്സ് ചെയ്താൽ, ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഫിക്സ് ചെയ്താൽ എക്സ് സ്റ്റാറിൻ്റെ എപ്സിലോൺ നെയ്ബർഹുഡിൻ്റെ അകത്ത് എക്സ് എന്നുള്ള സീക്വൻസിലെ ഓൾ ബട്ട് ഫൈനൈറ്റ്ലി മെനി ടേംസ് വരണം. അതായത് ഒരു ടേം കഴിഞ്ഞാൽ എക്സ് സ്റ്റാറിൻ്റെ എപ്സിലോൺ നെയ്ബർഹുഡിൻ്റെ അകത്ത് എക്സ് എന്നുള്ള സീക്വൻസിൻ്റെ എല്ലാ ടേംസും വരണം. ഒരു ടേം കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേമും വരണം. ഓക്കെ, സോ എപ്സിലോൺ പോസ്റ്റിനെ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അങ്ങനെയാണെങ്കിൽ എക്സ് സ്റ്റാറിന് എപ്സിലോണിനെ സബ്ട്രാക്ട് ചെയ്താൽ അത് എക്സ് സ്റ്റാറിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, ഇപ്പോൾ എപ്സിലോൺ പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ എന്തായിരിക്കും? എക്സ് സ്റ്റാറിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ എന്തിൻ്റെ അപ്പർ ബൗണ്ട് ആവില്ല? നമ്മളുടെ എക്സ് എന്നുള്ള സെറ്റിൻ്റെ അപ്പർ ബൗണ്ട് ആവില്ല. ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് സെറ്റ് എക്സ്. സോ നമുക്കെന്താ പറയാം? എക്സ് സ്റ്റാർ ഇവിടെയാണെങ്കിൽ എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ അതിൻ്റെ ലെഫ്റ്റിലായിരിക്കും. എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ അതിൻ്റെ ലെഫ്റ്റിലായിരിക്കും. ഇത് എക്സ് എന്നുള്ള സെറ്റിൻ്റെ എന്തല്ല? അപ്പർ ബൗണ്ട് അല്ല. അപ്പോൾ എക്സ് എന്നുള്ള സെറ്റിലെ ഏതെങ്കിലും ഒരു ടേം എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോണിൻ്റെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ അതിനെ എക്സ് കെ എന്ന് വിളിക്കുന്നുണ്ട്. സോ ദെൻ there exist some xk kth term in the sequence xk such that x star minus epsilon എന്നേക്കാളും വലുതായിരിക്കും എക്സ് കെ. എക്സ് സ്റ്റാർ മൈനസ് എക്സിലോണിനേക്കാളും ചെറുതായിരിക്കും എപ്സിലോൺ. എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോണിനേക്കാളും വലുതായിരിക്കും എക്സ് കെ. അങ്ങനെ ഒരു എക്സ് കെ എക്സിസ്റ്റ് ചെയ്യും. കാരണം എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ നമ്മുടെ സീക്വൻസിൻ്റെ എന്തല്ല? അപ്പർ ബൗണ്ട് അല്ല. അതായത് സെറ്റ് എക്സിൻ്റെ അപ്പർ ബൗണ്ട് അല്ല.
ഓക്കെ, അപ്പോൾ ഇനി കേത്ത് ടേം എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോണിനേക്കാളും വലുതാണ്. അപ്പോൾ കേത്ത് ടേം കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും എന്തായിരിക്കും? എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോണിനേക്കാളും വലുതായിരിക്കും. കാരണം സീക്വൻസ് ഇൻക്രീസിങ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? വിച്ച് ഇംപ്ലൈസ് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ or equal to കൊടുക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെ പ്ലസ് 1 വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെ പ്ലസ് 2. കാരണം സീക്വൻസ് ഇൻക്രീസിങ് ആണ്. തൊട്ടടുത്ത ടേംസ് നോക്കുമ്പോൾ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോകാൻ ചെയ്യും എക്സെട്ര. പക്ഷേ ഈ ടേംസ് എല്ലാം ബൗണ്ടഡ് ബൈ എന്തായിരിക്കും? എക്സ് സ്റ്റാർ ആയിരിക്കും. കാരണം നമ്മൾ എക്സ് എന്നുള്ള സെറ്റിൻ്റെ ഒരു അപ്പർ ബൗണ്ടാണ്, മോർ ഓവർ സുപ്രീമാണ് എക്സ് സ്റ്റാർ, അതായത് സീക്വൻസിൻ്റെ സുപ്രീമാണ്. അപ്പോൾ ഈ എല്ലാ ടേംസും എക്സ് കെ മുതലുള്ള എല്ലാ ടേംസും എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോണിനേക്കാളും വലുതായിരിക്കും. പക്ഷേ എക്സ് സ്റ്റാറിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്റ്റാർ. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? എക്സ് കെ കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോണിനേക്കാളും വലുതായിരിക്കും, എക്സ് സ്റ്റാറിനേക്കാളും ചെറുതായിരിക്കും. അതായത് ഈ ഒരു ഇൻ്റർവെലിൻ്റെ അകത്ത് വന്നിട്ടുണ്ടാവും. അതായത് നമുക്ക് എന്ത് പറയാം? എക്സ് സ്റ്റാറിൻ്റെ എപ്സിലോൺ നെയ്ബർഹുഡിൻ്റെ അകത്ത് ഉണ്ട് എന്ന് പറയാം. Okay, so which implies xk, xk plus 1, xk plus 2 etc. kth ടേം കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും എവിടെ ഉണ്ടാകും? എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എക്സ് സ്റ്റാറിലുണ്ടാവും. ഓക്കെ, അതായത് നമുക്ക് എന്താ പറയുക? അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സ് സ്റ്റാറും എക്സ് എന്നുകളും, അതായത് കേത്ത് ടേം കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും, അതിനെ ഞാൻ എൻ എന്ന് വിളിക്കുന്നത്. എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ, എക്സ് എന്നുകളും എക്സ് സ്റ്റാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കേത്ത് ടേം കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും. അതായത് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് എൻ ഈസ് എക്സ് സ്റ്റാർ. അതായത് നമ്മളുടെ സീക്വൻസ് മോണോട്ടോൺ സീക്വൻസ് ആണ്, ബൗണ്ടഡ് ആണ്, ഇൻക്രീസിങ് ആണ്. അങ്ങനെയാണെങ്കിൽ അതെങ്ങോട്ട് കൺവേർജ് ചെയ്യും? അതിൻ്റെ സുപ്രീമത്ത്, സീക്വൻസിൻ്റെ സുപ്രീമത്തിലേക്ക് കൺവേർജ് ചെയ്യും. ഓക്കെ, കേസ് ടു നമുക്ക് കേസ് 1 ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാം. കേസ് 2 അപ്പോൾ എന്തായിരിക്കും? എക്സ് എന്നുള്ള സീക്വൻസ് ഡിക്രീസിങ് ആണ്, ഈസ് ഡിക്രീസിങ്. സോ എക്സ് എന്നുള്ള സീക്വൻസ് ഡിക്രീസിങ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ഇൻഫിമത്തിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ സീക്വൻസ് എക്സ് എൻ ഡിക്രീസിങ് ആണെങ്കിൽ സീക്വൻസ് മൈനസ് എക്സ് എൻ എന്തായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് സീക്വൻസ് മൈനസ് എക്സ് എൻ, ഞാൻ സീക്വൻസിനെ എല്ലാ ടേംസിനെയും മൈനസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻഇക്വാളിറ്റി സൈൻ റിവേഴ്സ് ചെയ്യും. അപ്പോൾ മൈനസ് എക്സ് എൻ എന്നുള്ള സീക്വൻസ് എന്തായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കും, ഈസ് ഇൻക്രീസിങ്. അതായത് സിമ്പിളാണ്. ഡിക്രീസിങ് ആണെങ്കിൽ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x3 എക്സെട്ര എന്നുള്ള ഇതേ രൂപത്തിൽ പോകും. അതിനെ ഞാൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? മൈനസ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് x3 എക്സെട്ര എന്നുള്ള രൂപത്തിൽ പോകും. അതായത് ഇൻഇക്വാളിറ്റി സൈൻ ചേഞ്ച് ചെയ്യും. സോ സീക്വൻസ് എന്ത് ചെയ്യും? ഇൻക്രീസിങ് ആകും. സീക്വൻസ് ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഈ സീക്വൻസ് എന്താണ്? ഇൻക്രീസിങ് ആണ്, ബൗണ്ടഡ് ആണ്. ഓക്കെ, ഇത് എക്സ് എൻ ഡിക്രീസിങ് സീക്വൻസും ബൗണ്ടഡും ആണെങ്കിൽ മൈനസ് എക്സ് എൻ ഇൻക്രീസിങ് ആയിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും, ആൻഡ് ബൗണ്ടഡ്. സോ നമുക്ക് എന്താ പറയുക? തൊട്ട് മുന്നേ ബൈ കേസ് 1, കേസ് 2 കേട്ടോ. ബൈ കേസ് 1 സീക്വൻസ് മൈനസ് എക്സ് എൻ കൺവേർജസ് ആൻഡ് അതെങ്ങോട്ട് കൺവേർജ് ചെയ്യും? ലിമിറ്റ് മൈനസ് എക്സ് എൻ എങ്ങോട്ട് കൺവേർജ് ചെയ്യും? സുപ്രീമം ഓഫ് സീക്വൻസ് മൈനസ് എക്സ് എൻ, സുപ്രീമം ഓഫ് സീക്വൻസ് മൈനസ് എക്സ് എന്നിലേക്ക് കൺവേർജ്. ഓക്കെ, അതായത് നമുക്കെന്ത് പറയാം? മൈനസ് എക്സ് എൻ കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ
എക്സ് എന്നും കൺവേർജ് ചെയ്യും. കാരണം മൈനസ് എക്സിനെ ഒന്നുകൂടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങോട്ട് വരും? എക്സ് സീക്വൻസ് എക്സ് എൻ ആവും. മൈനസ് എക്സ് എന്നുള്ള സീക്വൻസ് കൊണ്ട് മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അഗെയിൻ എക്സ് എൻ എന്നുള്ള സീക്വൻസ് തന്നെ കിട്ടും. സോ സീക്വൻസ് എക്സ് എൻ കൺവേർജ് ചെയ്യും, കൺവേർജസ്. ആൻഡ് ലിമിറ്റ് എക്സ് എൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലിമിറ്റ് എക്സ് എന്നും കിട്ടും. സോ അവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻഡ് ലിമിറ്റ്, ഈ മൈനസ് പുറത്ത് വരും, പിന്നെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് പോസിറ്റീവ് ആകും. സോ നെഗറ്റീവ് പോസിറ്റീവ് ആകും. സോ ലിമിറ്റ് എക്സ് എൻ വിൽ ബി ഈക്വൽ ടു സുപ്രീമം ഓഫ് മൈനസ് എക്സ് എൻ മൈനസ് ഓഫ് സുപ്രീമം ഓഫ് മൈനസ് എക്സ് എൻ എന്തായിരിക്കും? മൈനസ് ഓഫ് ഇൻഫിമം ഓഫ് എക്സ് എൻ ആയിരിക്കും. ഓക്കെ, സോ ഇതെന്ത് വരും? മൈനസ് മൈനസും പോസിറ്റീവ് ആവും. സോ ലിമിറ്റ് എക്സ് എൻ വിൽ ബി ഈക്വൽ ടു ഇൻഫിമം ഓഫ് എക്സ് എൻ. ഓക്കെ, അപ്പോൾ ഡിക്രീസിങ് ആണെങ്കിൽ മോണോട്ടോൺ സീക്വൻസ് ആണ്, ബൗണ്ടഡ് ആണ്. ഡിക്രീസിങ് ആണെങ്കിൽ ആ സീക്വൻസിൻ്റെ ലിമിറ്റ് എങ്ങോട്ട് വരും? ആ സീക്വൻസിൻ്റെ ഇൻഫിമത്തിലേക്കും കൺവേർജ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് നമുക്ക് മോണോട്ടോൺ കൺവേർജൻസ് തിയറം പറയാനുള്ളത്. ഞാൻ ഈ ഒരു സെഷൻ, ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ ഈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് ചില സീക്വൻസുകളുടെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, താങ്ക് യു.